وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم. الله أكبر الله أكبر، لا إله إلا الله، الله أكبر الله أكبر ولله الحمد. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അല്ലാഹുവിൽ തഖ്വയുള്ളവരായി തീരാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി, ശുക്ർ ചെയ്യുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ഈദ് നമസ്കാരം ഈദ് മുസല്ലയിൽ നിർവഹിക്കാൻ എത്തിച്ചേരുകയും അതിൻ്റെ ഭംഗിയോടുകൂടെ തന്നെ അത് നിർവഹിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിനെയും നമസ്കാരങ്ങളെയും പ്രാർത്ഥനകളെയും മറ്റു ഇബാദത്തുകളെയും സദഖകളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതിനർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടിയിരിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്നും നേരത്തെ പിരിഞ്ഞുപോയ, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി മരണപ്പെട്ടു പോയ, നാം ഇഷ്ടപ്പെട്ടവർ, നമ്മെ ഇഷ്ടപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിൽ സ്വർഗീയ അനുഭവങ്ങൾ കൊണ്ട് അള്ളാഹു നിറക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ എത്ര തന്നെ വലുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. റമദാൻ വിട ചോദിച്ച് പെരുന്നാളിൻ്റെ ഈ ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈദുൽ ഫിത്തറിൻ്റെ സന്ദേശമായി ഇമാമുമാർ പ്രത്യേകിച്ചും ആദ്യമായി പ്രഥമമായി നൽകാറുള്ള ഒന്നാണ് റമദാനിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച ആ ഒരു ചൈതന്യവും ആരാധനകളും തഖ്വയും കറാമത്തും ഒക്കെ നമ്മുടേതായിരിക്കുന്ന സൂക്ഷ്മതയിൽ നമ്മൾ പാലിച്ചു പോന്നിട്ടുണ്ട്. പരമാവധി റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളെക്കാൾ സൂക്ഷ്മതയോടുകൂടെ റമദാനിലെ ഓരോ ദിവസങ്ങളും കഴിയും തോറും ഇബാദത്തുകൾ ഏറ്റവും മികച്ചതാക്കാനും സ്വഭാവപരമായിരിക്കുന്ന വിഷയങ്ങളിലും അല്ലാത്ത ആത്മീയ വിഷയങ്ങളിലുമൊക്കെ വളരെ മികച്ചവരാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചിട്ടുണ്ട്. അത് ഇനിയും നിലനിർത്തുക എന്നുള്ളത്. ലോകത്തെ ഈദുൽ ഫിത്തറിൻ്റെ നമസ്കാര വേളയിൽ, നമസ്കാരം കഴിഞ്ഞാലുള്ള ഖുതുബയിൽ ഇമാമുമാർ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം അതാണ്. നമ്മൾ കാത്തു സൂക്ഷിച്ച ഈ ഒരു ചൈതന്യം, നമ്മുടെ മനഃശുദ്ധി, അത് തീർച്ചയായും ഇവിടെ നിന്ന് അങ്ങോട്ട് നിലനിർത്തേണ്ടതുണ്ട്. റമദാൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും ഒരു തെറ്റിലേക്ക് മടങ്ങാനുള്ള
താല്പര്യമായി നിൽക്കുന്ന മനസ്സുകൾ ഉണ്ടാകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് റസൂലിന് വഹയായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, റമദാനിലെ ജീവിത ശൈലിയും അവിടുത്തേതായിരിക്കുന്ന തഖ്വകളുമൊക്കെ കൈമുതലാക്കി പോരുകയും റമദാൻ ഒന്ന് കഴിഞ്ഞെങ്കിൽ മുൻകഴിഞ്ഞ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, ഈ 29 അല്ലെങ്കിൽ 30 ദിവസത്തെ ഒരു മാസക്കാലത്തെ നോമ്പ് തീർച്ചയായും നിങ്ങൾക്ക് എതിരെ സാക്ഷി പറയാനുണ്ടാകുമെന്നാണ്. യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന ഒരു കാര്യം അങ്ങനെയാണ്, മൻ ഇസ്തഗ്ഫറ ബിലിസാനിഹി വഖൽബിഹി അലൽ മഅസിയ വഖൽബുഹു അലൽ മഅസിയതി മഅഖൂദുൻ. നാവ് കൊണ്ട് ശുദ്ധമായ ഖുർആൻ പാരായണങ്ങളും അദ്കാറുകളും പ്രാർത്ഥനകളും ഒക്കെയായി ഒരു മാസക്കാലത്തെ ജീവിതം ചിട്ടപ്പെടുത്തുകയും എന്നാൽ അവന്റെ മനസ്സ് വീണ്ടും പഴയതായിരിക്കുന്ന പാപങ്ങളിലേക്ക് തന്നെ ഊട്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്, അതുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിലാണ് അവൻ ജീവിക്കുന്നത്. ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അങ്ങനെ തന്നെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹത്തിൽ ഇതിരിക്കുകയും മടങ്ങുകയും ചെയ്താൽ അവന്റെ നോമ്പുകൾ അത്രയും റദ്ദ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് സ്വീകരിക്കേണ്ടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും തന്നെ സ്വീകരിക്കാതെ അതിന്റെ മുഖം തന്നെ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതായി പണ്ഡിതന്മാരും സഹാബാക്കളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരം ഹതഭാഗ്യന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാറ്റം നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. ഞാനടക്കമുള്ള ആളുകളോടാണ് ഈ ഒരു വസിയത്തെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇവിടെ നിന്ന് പ്രസംഗിക്കുകയും നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നല്ല, പറയുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും ഇതിന് ബാധ്യസ്ഥരാണ്, ബാധ്യതപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരൊറ്റ കാര്യം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവരുടേതായിരിക്കുന്ന മനസ്സിനെ മാറ്റാനും മനസ്സിൻ്റെതായിരിക്കുന്ന ചാബല്യങ്ങളെ മാറ്റി നിർത്തി യഥാർത്ഥമായിരിക്കുന്ന സിറാത്തു മുസ്തഖീമിൽ പ്രവേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റമുണ്ടാക്കും. അതല്ലാതെ സ്വയം മാറ്റത്തിന് വിധേയനാകാൻ ശ്രദ്ധിക്കാത്ത ഒരുത്തനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതിന്റെ തുടർച്ചയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാപ്പിരക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്ന ഒരു മാസക്കാലത്തെ ജീവിതം ചിട്ടപ്പെടുത്തുകയും അവിടുന്ന് അങ്ങോട്ട് അതേ രീതിയിൽ പോകാനുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും അതേ വഴിയിൽ അല്ലാഹു നടത്തുകയും ചെയ്യും. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർദാ ലിഇബാദിഹിൽ കുഫർ വഇൻ തശ്കുറൂ യർളഹു ലക്കും. ഇനിയും കുഫ്രിയത്തിലൂടെ അതല്ല തെറ്റായ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളിൽ നിന്ന് മാറി നിൽക്കും, അഥവാ നിങ്ങളെ ശ്രദ്ധിക്കാതെ പോകും. അല്ലെങ്കിലോ വൈൻ തസ്കുറു, നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നന്മ ചെയ്ത് അള്ളാഹുവിനോട് ശുക്ർ ചെയ്ത് അള്ളാഹുവിനോട് നന്ദി ചെയ്ത് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യർളഹു ലക്കും, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അമില അമലൻ അസ്ബതഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് സ്ഥിരമായി നിലനിർത്താൻ അള്ളാഹുവിന്റെ റസൂൽ പരിശ്രമിക്കുമായിരുന്നു. ഇത് നമ്മോടുമുള്ള വസിയത്താണ്. നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ തറാവീഹ് നമസ്കാരം മുടങ്ങാതെ 29 നമ്മൾ തീർത്തു. അത്ര തന്നെ കഴിയില്ല എങ്കിലും അതിന്റെ ഒരു അല്പമെങ്കിലും അതിന്റെ തുടർച്ചയായി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്വതക്കയുടേതായിട്ടുള്ള കാര്യങ്ങളെ തീർത്തും നമ്മൾ ഏറ്റവും നല്ല മാന്യമായ രൂപത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുമുള്ള ദിവസങ്ങളിൽ അതുണ്ടാകണം. നമസ്കാരം കഴിഞ്ഞ് അല്പസമയം പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തുകയും നമ്മുടെ കഴിഞ്ഞുപോയ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് പൊറുക്കലിനെ തേടുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു കഴിഞ്ഞുപോയത്. ഇവിടുന്ന് അങ്ങോട്ടും അത്തരം പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറുകളും ഉണ്ടായിരിക്കണം.
അദ്കാറു സ്വബാഹ്, രാവിലെ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ, വൈകുന്നേരം നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളും ദിക്റുകളും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് എമ്പാടും നമ്മുടെ മുമ്പിൽ വായിക്കാനും പഠിക്കാനും എളുപ്പത്തിലുള്ള രൂപത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലൂടെ, മാധ്യമങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ ശീലമാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് പറ്റാത്ത സ്വഭാവ രീതികൾ അഥവാ ഹറാമായിരിക്കുന്നതോ കറാഹത്തായിരിക്കുന്നതോ ആയിട്ടുള്ള സ്വഭാവ രീതികൾ പോലും സംസാരങ്ങളിലും സംസർഗങ്ങളിലും ഇടപെടലുകളിലും ഇടപാടുകളിലും ഒക്കെയായി നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരുപാട് വേണ്ടാത്ത പ്രശ്നങ്ങൾ ഒഴിവാക്കി നിർത്തിയിരുന്നു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും പുകവലി പോലെ, മുറുക്കുന്നത് പോലെ അപ്രകാരമുള്ള ഏതെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ തുടർന്നു പോരുന്നവർ റമദാനിൽ അത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ ദിവസം പോലും ഞാൻ അത് ഉപയോഗിക്കുകയില്ല എന്ന ശപഥം ചെയ്തുകൊണ്ട് വേണം ഈ ഈദ്ഗാഹിന്റെ ഈ ഒരു നമസ്കാരം പിരിഞ്ഞു പോകുമ്പോ, ഈ പ്രാർത്ഥനാ വേളകൾ പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചാഞ്ചല്യമില്ലാത്ത ഒരു മനസ്സിനുടമയാകാൻ ഇനി മുതൽ ഞാൻ ശ്രമിക്കുമെന്ന തീർച്ചയായിട്ടുമുള്ള ഒരു തീർച്ചപ്പെടുത്തലോടുകൂടെ ആയിരിക്കണം ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന മിൻ ജസാഇൽ ഹസനതി അൽ ഹസനതു ബഅദഹാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തിരിക്കുന്ന പുണ്യപ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുമുള്ള ദിവസങ്ങളിൽ ആ പുണ്യപ്രവർത്തനങ്ങളെ തുടർത്തിക്കൊണ്ടു പോകാൻ അവന് സാധിക്കേണ്ടതുണ്ട്. വമിൻ ഉഖൂബത്തി സയ്യിഅതി അസ്സയ്യിഅതു ബഅദഹാ. അത് തീർച്ചയായിട്ടും അതിന്റെ മറ്റേ ഭാഗം അങ്ങനെയാണ്. തെറ്റായ രീതിയിൽ അവന്റേതായിരിക്കുന്ന ശിക്ഷകൾ ലഭിക്കുന്നതും അപ്രകാരം തന്നെയായിരിക്കും. ഫഇദാ ഖബ്ബലല്ലാഹു അൽഅബ്ദ ഫഇന്നഹു യുവഫിഖുഹു ഇല ത്വാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു റമദാനോടുകൂടെ നമ്മളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം എന്തെന്ന് വെച്ചാൽ മറ്റൊരു മോശമായ സ്വഭാവങ്ങളിലേക്ക് പോകാനുള്ള ഒരു മാനസികമായിരിക്കുന്ന ത്വരയോ താല്പര്യമോ ഇല്ലാതിരിക്കുമെന്നുള്ളതാണ്. അഥവാ അങ്ങനെ എങ്ങാനും മോശമായ ഒരവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള മാനസികമായിരിക്കുന്ന താല്പര്യമോ ത്വരയോ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, 29 ദിവസത്തെ നോമ്പിനെ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന്. അതിനുള്ള പോംവഴിയും പരിഹാരവും പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു. ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മോശമായ കൂട്ടുകെട്ടുകളായിരുന്നുവെങ്കിൽ ആ കൂട്ടുകെട്ടുകളെ തൽക്കാലം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ശീലമുണ്ടായിരുന്നു, ഓപുപാലങ്ങളിൽ ഇരിക്കുന്ന ശീലമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയുള്ള കെട്ടിവെച്ചിരിക്കുന്ന, മറച്ചു വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ കൂടിയിരുന്നു. നമുക്കവിടെ മോശമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിലും ചെയ്യുന്നവരായ കൂട്ടുകാരുടെ കൂട്ടുകെട്ടും കൂട്ടിയിരിപ്പും നമുക്കുണ്ടായിരുന്നു. നമ്മൾ തൽക്കാലം റമദാനിന്റെ ദിവസങ്ങളിൽ അത് മാറ്റിവെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നൽകിയിരിക്കുന്ന പ്രത്യേകമായ ഒരു ബർക്കത്തും കറാമത്തും കൊണ്ടാണെങ്കിൽ അത് തുടർച്ചയായി നിലനിർത്താൻ പണ്ഡിതന്മാർ പറഞ്ഞു, അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് തീർച്ചയായും മാറി നിന്നാലേ പറ്റൂ. അതാഉല്ലാഹിൽ സെക്കന്ദരി പറയുകയാണ്, ഇദാ അറദത അൻ തഅരിഫ മഖാമക ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് ഉത്തമമായിരിക്കുന്ന സ്വീകാര്യതയിലുള്ള ഒരു സ്ഥാനമുണ്ടെന്ന് നീ മനസ്സിലാക്കണമെങ്കിൽ, നിനക്കത് അറിയണമെങ്കിൽ ഫൻദുർ ഐന അഖാമക്. ഇപ്പോൾ നീ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നീ നോക്കിയാൽ മതി. പഴയ കൂട്ടുകെട്ടിലേക്ക് നീ തിരിച്ചു പോയിട്ടുണ്ടോ, അതോ നീ സ്റ്റോപ്പ് ചെയ്ത ഈ 29 ദിവസം കാത്തു സൂക്ഷിച്ച അതേ വര നീ അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിന്റേതായിരിക്കുന്ന ഇപ്പോഴത്തെ സ്ഥാനം തന്നെയാണ്, അഥവാ ഏറ്റവും സംതൃപ്തമായിരിക്കുന്ന ഈ ഒരു സ്ഥാനം തന്നെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിനക്കുണ്ടാവുക എന്ന് നീ മനസ്സിലാക്കുക. മോശമായ കൂട്ടുകെട്ടുണ്ടാവുക എന്നത് തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലും യുവതലമുറകളിലും ഒക്കെയായി വയസ്സന്മാരായ ആളുകൾ പോലും അത്തരം കൂട്ടുകെട്ടുകളുള്ള കാലഘട്ടമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇന്നലെ വരെ അത് നമ്മൾ നിർത്തി, നോമ്പിൻ്റെതായിരിക്കുന്ന ഒരു ബർക്കത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമ്മൾ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയും മുന്നോട്ട് പോകുമ്പോ അത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇനിയുള്ള പഴയ കൂട്ടുകെട്ടുകൾ അത് മോശമായ കൂട്ടുകെട്ടുകളാണെങ്കിൽ എനിക്കത് വേണ്ട എന്ന് തീരുമാനിക്കൽ നമ്മൾ തന്നെയാണ്. പ്രവർത്തനങ്ങൾ കുറഞ്ഞതിലല്ല, മറിച്ച് അത് സ്വീകരിക്കുമോ എന്ന ഭയപ്പാടിലാണ് ഓരോരുത്തർക്കും ആശങ്കയുണ്ടാകേണ്ടത്. 29 നോമ്പ് നോറ്റു, പക്ഷേ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കാനോ അതല്ല എങ്കിൽ അത് പാരായണം ചെയ്ത് തീർക്കാനോ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. തറാവീഹിന്റെ പല ദിവസങ്ങളിലും തറാവീഹ് നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്രകാരം തന്നെ വേറെയായിട്ടുള്ള നന്മകളായിരിക്കുന്ന കാര്യങ്ങളെ, സ്വതക്കകളെ ഒന്നും വർദ്ധിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്, കുറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ പ്രവർത്തനങ്ങൾ കുറഞ്ഞതാണെങ്കിലും അതിന്റെ കയ്യിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നോ എന്നതിനെ കുറിച്ചാണ് ആവലാതി ഉണ്ടാകേണ്ടത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തഹ്തമു ലിഖില്ലത്തിൽ അമൽ.
പ്രവർത്തനം കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. വഹ്തമൂലിൽ ഖബൂൽ, അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ മാനസികമായ വ്യഥയും പേടിയും താല്പര്യവും ഒക്കെ ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം പറയാ. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്നാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാഭാഗ്യവാന്മാരിൽ അഥവാ ഈ ഒരു റമളാനിനെ കൊണ്ട് സൂക്ഷ്മതയും അതോടൊപ്പം തന്നെ സ്വീകാര്യതയും ലഭിക്കുന്ന ഏറ്റവും ഉത്തമരായ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വിശ്വാസികളെ, നമുക്ക് ചില കടപ്പാടുകളും കടമകളുമുണ്ട്. ഒന്നാമത്തെ കടമ അത് അള്ളാഹുവിനോട് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് അള്ളാഹുവിന് ചില താല്പര്യങ്ങളുണ്ട്. ഒന്നാമത്തെ താല്പര്യം നമ്മുടേതായ പ്രാർത്ഥനകളോ ആരാധനകളോ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്കോ വ്യക്തിയിലേക്കോ ജാറങ്ങളിലേക്കോ അതുപോലെയുള്ള ഏതെങ്കിലും ആലയങ്ങളിലേക്കോ പോകാൻ പാടില്ലെന്ന് മാത്രമല്ല, അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെയും ഇത്തരം അഭൗതിക മാർഗത്തിലുള്ള സഹായ നേട്ടങ്ങളോ പ്രാർത്ഥനകളോ ഒന്നും തന്നെ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും പോകരുത് എന്ന് നമുക്ക് നിഷ്ഠയുണ്ടാകണം. അള്ളാഹുവിനോട് നമ്മൾ കാണിക്കേണ്ട ഒന്നാമതായിട്ടുള്ള കടമ അതാണ്. രണ്ടാമത്, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തത് നമസ്കാരമാണെങ്കിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു രോഗിക്ക് പോലും, കിടപ്പിൽ കിടക്കുന്ന ഒരു രോഗിക്ക് പോലും, അവന്റേതായിരിക്കുന്ന രോഗശയ്യയിൽ കിടക്കുന്ന രോഗിക്ക് പോലും ഓർമ്മയുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടുന്ന മഹത്തായിരിക്കുന്ന കർമ്മമാണ് 5 നേരത്തെ നമസ്കാരമെങ്കിൽ അവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊരു ഒരു ഒഴികഴിവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത്. നമസ്കാരം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന അത്തരം ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും കടമകളുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് നിർവഹിക്കാൻ നാം ഓരോരുത്തരും മനസ്സ് വെക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കടമ സഹജീവികളോടും അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ജീവിക്കുന്നവരായിരിക്കുന്ന അടുത്ത ബന്ധുക്കളോടും നമ്മുടേതായിരിക്കുന്ന അകന്ന ബന്ധുക്കളോടും എല്ലാവരോടും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന കടപ്പാടുകളും കടമകളുമുണ്ട്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മാതാപിതാക്കളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും, അതില്ലാത്തവരുണ്ടാകാം. ഇല്ലാത്ത സമയങ്ങളിലാണ് മാതാവോ പിതാവോ നഷ്ടപ്പെടുമ്പോഴാണ് അവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന വേദന അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തൊരു മനുഷ്യന് ഭൗതികമായി നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതാണ് മാതാവും പിതാവും എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. എവിടെയെങ്കിലും തന്റെ മാതാവിനോടോ പിതാവിനോടോ, പ്രത്യേകിച്ച് മാതാവിനോട് എവിടെയെങ്കിലും ഒരു കലർപ്പ്, എവിടെയെങ്കിലും ഒരു പ്രയാസം, എവിടെയെങ്കിലും ഒരു സംസാരത്തിൽ ഒരു കൈപ്പേറിയ വർത്തമാനം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വാപ്പയോടോ ഉമ്മയോടോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ സഹോദരിമാരെ, അത് മുതലിന്റെ കാര്യത്തിലാവാം, ജോലിയുടെ കാര്യത്തിലാവാം, മറ്റുള്ള ഏതെങ്കിലും വിഷയത്തിന്റെ കാര്യത്തിലാകാം, അവരോട് അങ്ങനെ ഒരു കൈപ്പേറിയ അനുഭവമായിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ, അവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് അവിടെ പോയി അവരുടെ കാൽക്കൽ പോയി മാപ്പ് പറയുകയും തിരുത്തിക്കുകയും അവരോട് പൊരുത്തപ്പെടുകയും ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തിയും കരുണയും ഉണ്ടായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ. നമ്മോട് അവർ ദേഷ്യപ്പെടുന്ന അവസ്ഥയിലാണ് അവരെങ്ങാനും മരണപ്പെട്ടു പോകുന്നതെങ്കിൽ എവിടെ വെച്ചും തീർക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു പാപമായിട്ടാണ് അവസാനം വരെ നമ്മൾ ജീവിക്കുക എന്ന് മനസ്സിലാക്കുക. മാതാവിനോടും പിതാവിനോടുമുള്ള കടമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്രയോ ഹദീസുകൾ ജീവിതത്തിൽ വായിച്ചവരും പഠിച്ചവരുമാണ് നമ്മൾ, വിശദീകരിക്കുന്നില്ല. മക്കളോട് ബാധ്യതയുണ്ട് മാതാപിതാക്കൾക്ക്. അവരെ നേരെ വളർത്തേണ്ടത് എങ്ങനെയെങ്കിലും വളർന്നോട്ടെ എന്ന് വിചാരിക്കലല്ല. അവരെ നേരെ വളർത്തേണ്ടത് അവരെ ഒരു പ്രായം വരെ പറക്കാൻ ഉതകുന്ന പ്രായം വരെ വളർത്തിയെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം മാതാപിതാക്കളെ നമ്മുടേതാണ്. നമ്മോട് തന്നെയാണ് അല്ലാഹു അത് ചോദ്യം ചെയ്യുക എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അവന്റെ വേഷവിധാനം മോശപ്പെട്ട അവസ്ഥയിൽ അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോ അവനോട് ചോദിക്കണം, ഇസ്ലാമികമായിരിക്കുന്ന വേഷമല്ല മകനെ എന്ന് മകളെ എന്ന് അവരെ പഠിപ്പിക്കണം. അവർ പറയുന്നത് വാങ്ങിക്കൊടുക്കാനുള്ളവരല്ല നമ്മൾ. ഇസ്ലാമികമായിരിക്കുന്ന വേഷവിധാനവും സംസ്കാരവും സംസാരവും ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് ആ മാതാവിനും പിതാവിനും രക്ഷയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇല്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജിയായിട്ടുള്ള, മുത്തഖിയായിട്ടുള്ള, മുഅ്മിനായിട്ടുള്ള, മുസ്ലിമായിട്ടുള്ള ഒരു മാതാവും പിതാവും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മക്കൾ നമ്മുടെ മുമ്പിൽ ചോദിക്കും, അള്ളാഹുവിന്റെ മുമ്പിൽ അവർ വിസ്താരം നടത്തും, ഞങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരങ്ങളോ ആരാധനാമുറകളോ അനുഷ്ഠാനങ്ങളോ പഠിപ്പിച്ചു തരാത്ത രക്ഷിതാക്കളാണ് ഇവർ, സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ വരട്ടെ എന്ന് അള്ളാഹുവിനോട് തർക്കിക്കുന്ന മക്കളായി മാറും.
അത്തരം മക്കളിൽ നിന്ന് സുരക്ഷയും സമാധാനവും അള്ളാഹുവിനോട് മറുപടി പറയാനുള്ള ധൈര്യവും ഉണ്ടാകണമെങ്കിൽ ഇവിടെ വളർത്തുന്ന സമയത്ത് മാതാപിതാക്കളെ അവരെ വളർത്തേണ്ട പോലെ നമ്മൾ വളർത്തേണ്ടതുണ്ട്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് കടപ്പാടുകളുണ്ട്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും കടപ്പാടുകളുണ്ട്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം കടപ്പാടുള്ള ഒരുത്തനെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാൻ ചോദിക്കുന്നുണ്ട്. അഥവാ ഭൂമി ലോകത്തൊരു മനുഷ്യൻ തന്റെ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ബാധ്യതയുണ്ട്, വിശദീകരിക്കേണ്ടതില്ലല്ലോ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഖിയാറുക്കും ഖിയാറിക്കും നിസായിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് എത്രമാത്രം നന്മ ചെയ്യുന്നുവോ, എങ്ങനെ നിലനിൽക്കുന്നുവോ, എങ്ങനെ നന്മ പ്രവർത്തിക്കുന്നുവോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ നന്മയുടെ അളവും തൂക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യവാന്മാരായ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതവും അവരുടെ സഹകരണങ്ങളും കൊണ്ട് മാത്രമാണ് ദുനിയാവ് നിലനിന്നു പോകുന്നത് എന്ന് പണ്ഡിതന്മാർ സംസാരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതെ, സഹജീവികളോട്, നമ്മോടൊപ്പം ജീവിക്കുന്നവരോട് നമുക്ക് കടപ്പാടുകളുണ്ട്. അതിൽ രോഗികളുണ്ടാവാം, കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകാം, ഫക്കീറുമാരുണ്ടാകാം, മിസ്കീനുമാരുണ്ടാവാം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടൊന്നും തന്നെ ചോദിക്കാതെ പ്രയാസം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് വർഷങ്ങളോളം വീട്ടിൽ കഴിയുന്ന മനുഷ്യരുണ്ടാകാം. അവരുടെ അടുക്കലൊക്കെ പോയി സഹജീവി സ്നേഹം കാണിക്കുകയും അവർക്ക് വേണ്ടതായിരിക്കുന്ന വിഷയങ്ങളെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും ജാഗരൂകരാകേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഒരു തൊടികപ്പുലത്തിന്റെ താളിയംകുണ്ടിന്റെ മഹലിന്റെ പരിസരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം സേവന സന്നദ്ധ പ്രവർത്തനങ്ങളെ എത്ര പ്രകീർത്തിച്ചാലും മതി വരില്ല എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എത്രയും തൃപ്തിയോടുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. വർഷങ്ങളായി നിങ്ങളെ പരിചയമുള്ളവനാണ് ഞാൻ. എങ്കിൽ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ കൂടുതലായി മികവുറ്റ പ്രവർത്തനങ്ങളെ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ തിരിച്ചു വാങ്ങാവുന്ന പ്രതിഫലത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള സന്നദ്ധതയും സേവനങ്ങളുമായിരിക്കണമെന്ന ഒറ്റ വാക്കുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇവിടെ രോഗികളെ പരിചരിക്കുന്നവർ അവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അവരുടെ മലമൂത്ര വിസർജനത്തിന്റെ അവശിഷ്ടങ്ങൾ വരെ മാറ്റി വൃത്തിയാക്കുന്നവർ, അവർക്ക് തുണി ഉടുപ്പിച്ചു കൊടുക്കുന്നവർ, അവരുടെ മുറിവുകൾ ഡ്രസ് ചെയ്തു കൊടുക്കുന്നവർ, ഇങ്ങനെയുള്ള ഒരുപാട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ, അത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരുടെ മുമ്പിലാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് എന്ന ബോധ്യത്തിൽ തന്നെ പറയട്ടെ. അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ ഒരുത്തർക്കും പകരം ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നെയ്യത്തിൽ തന്നെ അപ്രകാരമുള്ള പ്രവർത്തനങ്ങളെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക. സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസലുൽ മുഅ്മിനീന ഫീ തവാദുഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം മസലുൽ ജസദ്. ഒരു ശരീരം പോലെ ഈ സമൂഹത്തിലെ ഓരോരുത്തരെയും അവനവന്റെ ശരീരത്തിലെ അവയവങ്ങളായിട്ട് കാണാൻ കഴിവുള്ളവരായി തീർന്നാൽ തീർച്ചയായും അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോ, ഒരു കടബാധ്യതയുണ്ടാകുമ്പോ, ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, രോഗിയായി കിടക്കുമ്പോ അവന്റെ അടുക്കലേക്ക് ചെല്ലാൻ ആരും നമ്മോട് കൽപ്പിക്കേണ്ടി വരില്ല. ഒരു കൈയിന് പ്രയാസമുണ്ടാകുമ്പോ ശരീരം മൊത്തം വേദനിക്കുന്നതിന്റെയും പ്രയാസം അനുഭവിക്കുന്നതിന്റെയും ഉറക്കമിളക്കുന്നതിന്റെയും കാരണം എന്താണ്? അതാരോടും ചോദിക്കേണ്ടതില്ല. ഇത് പ്രകാരമാണ് തൊടികപ്പുലത്തിന്റെ പരിസരങ്ങളിലുള്ള നമ്മുടെ ഓരോ മുസ്ലിം കുടുംബങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും അവർക്ക് സഹായകവും തുണയുമാവുക എന്നതും നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ സഹായിക്കുന്നവൻ, അവന്റെ കാര്യത്തിനു വേണ്ടി പുറപ്പെടുന്നവൻ, അള്ളാഹു അവന്റെ കാര്യങ്ങൾക്ക് ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്തെങ്കിലും ദുശ്ശീലങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ, അത് മുസ്ലിം മെജോറിറ്റി കൂടുതലുള്ള ആളുകളുടെ മഹല്ലുകളിലാണെങ്കിലും അല്ലെങ്കിലും സ്വാഭാവികമായിട്ടും സാധാരണയായും നമ്മൾ കണ്ടുവരുന്ന ചില അല്ലറ ചില്ലറ പ്രയാസങ്ങൾ, അവരുടെ സംസ്കാരങ്ങളിലുള്ള മാറ്റങ്ങൾ, ഉപയോഗിക്കുന്ന വസ്തുക്കളുടേതായിരിക്കുന്ന മയക്കുമരുന്നും അപ്രകാരമുള്ള വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ, നമ്മൾ റമദാനിൽ അത് മാറ്റിവെച്ചിട്ടുണ്ട്. തുടർന്നു പോകരുത് ഒരിക്കലും. അഥവാ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, മുതിർന്നവർ അത് കാണുന്നുണ്ടെങ്കിൽ, മുതിർന്നവരെ നമ്മുടെ ഉത്തരവാദിത്തമാണ്, വയസ്സായവരെ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഏറ്റവും കാരണവന്മാരായിട്ടുള്ള ആളുകളെ, ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. വാപ്പമാർക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണവർ ഓരോ നാട്ടിലും ഉണ്ടായിരുന്നു മുമ്പൊക്കെ. അഥവാ എന്റെ മകനെ നിങ്ങളൊന്ന് പറഞ്ഞ് നന്നാക്കണമെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകണം. അവരുടെ മുമ്പിൽ ഇത്തരം കേസുകൾ വരണം, അവരുടെ മുമ്പിൽ അത് തീർപ്പാക്കണം.
ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത്തരം അഡിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള്, അഡിക്ഷനുകൾ അവർ മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം. അവരെ പ്രയാസങ്ങൾ നമ്മൾ അറിയണം, എങ്ങനെയാണ് അവർ പോയതെന്ന് അറിയണം, എങ്ങനെയാണ് അവർ ശീലിച്ചതെന്ന് അറിയണം. അവരുടെ ആ ശീലങ്ങളെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളും മറുമരുന്നുകളുമായി അവർക്ക് സഹായകമാകാൻ നമ്മുടെ നാട്ടുകാർക്ക് കഴിയണം. ചെറുപ്പക്കാരികളെ, വേഷവിധാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് റസൂൽ എങ്ങനെയാണോ എന്ന് പറഞ്ഞത്, നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാതുൻ, അവർ ധരിച്ചവരാണ്. പക്ഷേ ഉടയാടയുണ്ടെങ്കിലും അവരുടെ ആടയാഭരണങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിലും അവരുടെ അങ്കലാവണ്യങ്ങളെല്ലാം പുറത്തു കാണുന്ന രൂപത്തിലാണ് അവരുടെ സഞ്ചാരം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂസഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നത് പോലെ അവർ അങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നുണ്ട് മറ്റുള്ളവർ ആകർഷിക്കുന്നതിന് വേണ്ടി. അല്ലാഹു റസൂൽ പറഞ്ഞു, സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെൺമക്കളെ, സഹോദരിമാരെ, ഭാര്യമാരെ, ഉമ്മമാരെ, തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ശ്രദ്ധയുണ്ടാകുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സന്ദേശങ്ങളെ ജീവിതത്തിന്റെ ഓരോ ഓരങ്ങളിലും ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കുമ്പോൾ, ലോകത്തിന്റെ വ്യത്യസ്ത നാടുകളിൽ ഇറാഖ് അടക്കം സൗദി അടക്കം അപ്രകാരം തന്നെ മുസ്ലിങ്ങൾ താമസിക്കുന്ന വ്യത്യസ്ത നാടുകളിൽ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ മാത്രം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കിരാതന്മാരുടെ കൈകളാൽ ബുദ്ധിമുട്ടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് നമ്മുടെ നാടിന് ചുറ്റുമുള്ള ദേശങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം അവർക്കും പെരുന്നാളാണ്, പക്ഷേ അവർ ഇന്ന് ഈദ്ഗാഹുകളിൽ പോയിട്ടില്ല. ഇന്നത്തെ ദിവസം അവർക്ക് ഈദുൽ ഫിത്തറാണ്, പക്ഷേ ഈദുൽ ഫിത്തറിന്റെ രുചികരമായിരിക്കുന്ന ഒരു ഭക്ഷണം അവർക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ട് പ്രതീക്ഷയുമില്ല. അങ്ങനെയുള്ള രോഗം കൊണ്ടും അപകടങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇന്ന് ദുരന്തത്തിന്റെ അകത്തകപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ട്. ഇറാനിനോട് ആദർശപരമായും അതോടൊപ്പം തന്നെ അവരുടേതായിരിക്കുന്ന ആരാധനാപരമായ കാര്യങ്ങളിലും ആശയപരമായ കാര്യങ്ങളിലുമൊക്കെ ഇസ്ലാമിന് വൈരുദ്ധ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് എതിർപ്പുണ്ട് എങ്കിലും തീർച്ചയായും അവർ മനുഷ്യരാണ്. അവിടെയും മുസൽമാന്മാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരുടെ അപകടങ്ങളെ, അവരുടെ പ്രയാസങ്ങളെ സ്വന്തം പ്രയാസങ്ങളായി കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു പ്രയാസങ്ങൾ ആരാണ് ചെയ്യുന്നതെങ്കിലും അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. തീർച്ചയായും അത്തരം കാപാലികന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തേണ്ടിടത്ത് നിർത്താനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരിക്കലുകളും അതോടൊപ്പം തന്നെ ആരാധനകളും, കഴിഞ്ഞ റമദാനിലെ ഓരോ ആരാധനകളും, നോമ്പടക്കമുള്ള ഓരോ ആരാധനകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും അള്ളാഹുവെ, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ, ചെറുതും വലുതുമായ തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. റഹ്മാനായ നാഥ, നിന്റെ കരുണ കൊണ്ട് നീ ഞങ്ങൾക്കത് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഏറ്റവും നല്ല രൂപത്തിൽ ഈമാനികമായ ആദർശം സ്വീകരിച്ചുകൊണ്ട് അതോടുകൂടെ തന്നെ മരണപ്പെട്ടു പോകുന്ന വിശ്വാസികളിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ ഇഷ്ടപ്പെട്ടവരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ ഒരുപാട് ആളുകൾ അള്ളാഹുവെ അവരിന്ന് ഖബറിടങ്ങളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ, പ്രകാശപൂരിതമാക്കി കൊടുക്കണേ റഹ്മാനെ, സ്വർഗീയ അനുഭവങ്ങൾ കൊണ്ട് നിറക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത്, നാളെ സ്വർഗ പൂങ്കാവനത്തിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. അള്ളാഹുവെ, അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. കടക്കണിയിൽ അകപ്പെട്ടവരെ അവരുടെ കടം എത്രയും പെട്ടെന്ന് തന്നെ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹുവെ നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഓരോ ദിവസവും ഒന്നടവിട്ട ദിവസങ്ങളിലും ഒക്കെ ഡയാലിസിസിന് വിധേയമാകുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയുള്ള മഹല്ലുകളാണ് നമ്മൾ പല മഹല്ലുകളും. കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹുവെ, അവരുടെ രോഗങ്ങളെ എത്രയും പെട്ടെന്ന് നീ ശഫയാക്കി കൊടുക്കണേ റഹ്മാനെ. മനസ്സിന് സമാധാനവും ധൈര്യവും സ്ഥൈര്യവും ഈമാനും ഊട്ടി കൊടുക്കണേ റഹ്മാനെ. അവരുമായി ബന്ധപ്പെടുന്ന സഹോദരങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ റഹ്മാനെ. അവർക്ക് അവരുടെ പരിചരിക്കുന്നതിന്റെ പ്രതിഫലം ഏറ്റി കൊടുക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ ഇടം നൽകാനുള്ള ഒരു ചാൻസായി, ഒരു കാര്യമായി അള്ളാഹുവെ അത്തരം പരിചരണങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. മഹലിൽ നടക്കുന്ന എല്ലാവിധ നന്മ പ്രവർത്തനങ്ങൾക്കും
കൂട്ടായി നിൽക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം മറന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ ഒരുപാട് ആളുകളെ നീ മാറ്റണേ റഹ്മാനെ. വൈധവ്യം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ പല വീടുകളിലുമുണ്ട്. അള്ളാഹുവേ അവരുടെ മനസ്സിനേറ്റ പ്രയാസങ്ങളെ നീ നീക്കിക്കൊടുക്കണേ റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നീ അവരെയുമായി ഒരുമിച്ച് കൂട്ടി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല മക്കളായി, ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന മക്കളായി നീ ഞങ്ങളുടെ മക്കളെ മാറ്റണേ റഹ്മാനെ. ഒരു പ്രയാസങ്ങളിലും അകപ്പെടാതെ ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായി അവരെ നീ മാറ്റണേ റഹ്മാനെ. സഹജീവികളോടുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ നീ ഊട്ടി ഉറപ്പിച്ചു നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار